ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുണ്ട്. ആ മഹാൻ ചോദിച്ചത് 5 വികസന നേട്ടങ്ങൾ കാണിച്ചു തരും. ഞാൻ പറഞ്ഞു 50 എണ്ണം കാണിച്ചു വരാം. വെല്ലുവിളി ഇതുവരെ സ്വീകരിക്കപ്പെട്ടിട്ടില്ല. എത്ര ക്രിമിനൽ കേസിലാ പ്രതി? ആ ക്രിമിനൽ കേസിന്റെ മുഴുവൻ ബയോഡാറ്റയും ചന്ദ്രികാ പത്രത്തിലും ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിലും വന്നിട്ടുണ്ട്. നിങ്ങളതൊന്നും എടുത്ത് പരിശോധിക്കുക. നല്ല മോമീനായ മനുഷ്യന്മാരില്ലേ താനാളൂരിൽ? മുത്തുക്കോയ തങ്ങൾ ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരില്ലേ? താനാളൂരിക്കാരെ പറഞ്ഞു പറ്റിച്ചവരാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വം. നിങ്ങൾ മനസ്സിലാക്കണ്ടല്ലേ? 2 പ്രാവശ്യം, 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യം. ആ 2 പ്രാവശ്യം സ്ഥാനാർത്ഥിയാക്കാം എന്ന് പറഞ്ഞ് അവസാനം വരെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് പ്രതീക്ഷയിലിരുന്നതാ. ആരെയാ നിങ്ങൾ എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? മുത്തുക്കോയ തങ്ങളെയും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെയും മാറ്റി നിർത്തി ആരെയാ നിങ്ങൾ ഇവിടെ മത്സരിപ്പിക്കുന്നത്? മുസ്ലിം ലീഗിന്റെ ആളുകൾ ചിന്തിക്കണം, എന്തിനു വേണ്ടിയാ ഇതൊക്കെ ചെയ്യുന്നത്? ഇന്ത്യയിലെ മതന്യൂനപക്ഷം വലിയ വെല്ലുവിളികൾ നേരിടുമ്പോൾ ആരുണ്ട് ഞങ്ങളെ കാത്തു സംരക്ഷിക്കാൻ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിരുന്നു ഇപ്പോൾ ഇവിടെ നിന്നിറങ്ങിപ്പോയ സഖാവ് വൃന്ദാകാരാട്ട് ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ഇടതുപക്ഷ നേതാക്കന്മാർ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഡൽഹിയിലെ തെരുവോരങ്ങളിൽ മസ്ജിദ് ഇടിച്ചു പൊളിക്കാൻ, അവിടുത്തെ മതന്യൂനപക്ഷങ്ങളുടെ വീടുകൾ ഇടിച്ചു പൊളിക്കാൻ BJPയുടെയും RSSന്റെയും നേതൃത്വത്തിലുള്ള ഭരണകൂടം അതിന് തയ്യാറായപ്പോൾ നിങ്ങൾ നോക്ക്, ഡൽഹിയിൽ ഒരു ബൂത്തിലിരിക്കാൻ പോലും ഇടതുപക്ഷത്തിന് ഒരു സീറ്റ് പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ അത്ര പ്രവർത്തകരില്ലാത്ത ഒരു സംസ്ഥാനമാണ്, കേന്ദ്രഭരണ പ്രദേശമാണ്, ഒരു സംസ്ഥാന പദവിയുള്ള കേന്ദ്രത്തിൻ്റെ സുരക്ഷിത കവചങ്ങളാൽ ഭരിക്കപ്പെടുന്ന ഒരു പ്രദേശമാണ് ഡൽഹി. അവിടെ അത് പൊളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി, ബഹുമാനപ്പെട്ട സോണിയാഗാന്ധി, ബഹുമാനപ്പെട്ട KC വേണുഗോപാൽ തുടങ്ങിയിട്ടുള്ള കോൺഗ്രസിൻ്റെ പരിണിതപ്രജ്ഞരായ നേതാക്കന്മാരൊക്കെ ജീവിക്കുന്ന സ്ഥലമാണ് ഡൽഹി. ആ ഡൽഹിയിൽ ആരെങ്കിലും പോയി അരുത് എന്ന് പറഞ്ഞു? അവിടെ പോയി ഈ വീടുകൾ പൊളിക്കാൻ പറ്റില്ല, ഈ മസ്ജിദ് പൊളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കയ്യുയർത്തി നിന്ന ചിത്രം ലോകത്തുള്ള എല്ലാ മാധ്യമങ്ങളും പ്രസിദ്ധീകരിച്ചു. അരുത് എന്ന് പറയാനുള്ള കരുത്ത് കാണിച്ചത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. ആ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കെതിരായി മതന്യൂനപക്ഷങ്ങളെ ചിന്തിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ നുണകളാണ് ഇന്ന് നമ്മുടെ വീടുകളിൽ കയറി വലതുപക്ഷം ഇന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എല്ലാ വീടുകളിലും കയറി അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന വലിയ നുണകളാണ്. നമുക്കുള്ള ഏറ്റവും വലിയ, ഇവിടെ പങ്കെടുത്തിട്ടുള്ള എൻ്റെ സഹോദരിമാർ, സഖാക്കൾ, സ്നേഹിതന്മാർ എല്ലാവരും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്താ? ആ ഉത്തരവാദിത്വം എല്ലാ വീടുകളിലും പോയി ഈ നുണക്കൂമ്പാരങ്ങളെ പൊളിച്ചെടുക്കണം. ഇവർ പറയുന്നത് കളവാണ്. നമുക്കറിയാം, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അപ്രതീക്ഷിതമായ തോൽവി ഏറ്റുവാങ്ങിയ ഒരു പ്രസ്ഥാനമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരും ആ തോൽവിയെ വിലയിരുത്തിയതും അപ്രതീക്ഷിതമെന്നാണ്. നമ്മൾ പ്രതീക്ഷിച്ചതല്ല. എന്തുകൊണ്ടാണ് നമ്മൾ പ്രതീക്ഷിക്കാതെ പോയത്? കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഏറ്റവും ഗുണകരമായ സദ്ഭരണം കാഴ്ചവെച്ച ഒരു കാലയളവാണ് കഴിഞ്ഞ 10 വർഷക്കാലം. എല്ലാ വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്കും അവരർഹിക്കുന്ന വിധത്തിൽ അവർക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തൊരു ഗവൺമെന്റ് ആയിരുന്നു. പക്ഷെ ആ ഗവൺമെന്റിനെ എങ്ങനെയാണ് വക്രീകരിച്ചത്? നിങ്ങൾ നോക്കൂ, SIR നടപ്പിലാക്കിയത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്, പിണറായി വിജയൻ ഗവൺമെന്റാണ് എന്ന് വീടുകളിൽ പോയി പറഞ്ഞു കൊടുത്തത് ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ് പോലുള്ള സംഘടനയുടെ നേതാക്കന്മാരാണ്. ഇവിടെ താനാളൂർ ഗ്രാമപഞ്ചായത്തിൽ 4-ാം വാർഡിൽ, ആ 4-ാം വാർഡിൽ ഒരു വീട്ടിൽ കയറി അവർ പ്രചരണം നടത്തുന്നതിന്റെ വീഡിയോ പോലും പുറത്തിറങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, SIR എന്ന് പറയുന്നതിൽ യാതൊരു അധികാരവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനില്ല. പൂർണ്ണമായും അതിന്റെ അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ള അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിനിയോഗിക്കുകയാണ് RSSനും BJPക്കും വേണ്ടി. അതിനെ ശക്തിയുക്തം എതിർത്ത പ്രസ്ഥാനത്തിന്റെ പേര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നാണ്, CPIM എന്നാണ്. എന്നാൽ അത് വക്രീകരിക്കുകയാണ് നമ്മുടെ വീടുകളിൽ പോയി അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താ അവർ പറഞ്ഞത്? SIR നടപ്പാക്കിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആണ് എന്നാണ്. എന്തിനു വേണ്ടിയാ? മുസ്ലിങ്ങൾക്ക് വോട്ടവകാശം ഉണ്ടാവരുത്, അതിനു വേണ്ടിയാണ് അവർ ചെയ്യുന്നത്. ഒന്നുകൂടി അവർ വീടുകളിൽ പോയി പറഞ്ഞു കൊടുത്തു, മുസ്ലിങ്ങൾക്ക് വോട്ടുണ്ടാകാൻ പാടില്ല, അതുകൊണ്ടാണ് ഈ SIR അവർ നടപ്പാക്കിയത് എന്നാണ്. അങ്ങനെയാണോ? 96.5% മലപ്പുറം ജില്ലയിലെ വോട്ടർമാരിൽ 96.5% ആളുകളും വോട്ടർ പട്ടികയിൽ ചേർക്കപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ചേർക്കപ്പെട്ടത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്.
നിങ്ങൾ നോക്കൂ, ബീഹാറിൽ സമാനമായി SIR നടപ്പിലാക്കിയപ്പോ 65 കോടി മനുഷ്യന്മാർക്കാണ്, അതിൽ 40 കോടിയിലധികം വരുന്ന മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യന്മാർക്കാണ് വോട്ടവകാശം നിഷേധിക്കപ്പെട്ടത്. കേരളത്തിന്റെ മണ്ണിൽ അത് നടന്നു. കേരളത്തിന്റെ മണ്ണിൽ നടക്കാതെ പോയത് എന്തുകൊണ്ടാ? കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണ്. ഇപ്പൊ കേരളത്തിൽ ഒരു നാറ്റിവിറ്റി കാർഡ് നടപ്പാക്കി. നമ്മൾ എന്തിനാ ഈ നാറ്റിവിറ്റി കാർഡ്? ഇപ്പൊ സെൻസസ് നടക്കാൻ പോവാണ്. നമ്മൾ എല്ലാ പത്രമാധ്യമങ്ങളിലും കണ്ടു, സെൻസസ് നമ്മുടെ നാട്ടിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ സെൻസസ് നടപ്പാക്കുമ്പോ ജനസംഖ്യാ രജിസ്റ്റർ പോലുള്ള കാര്യങ്ങൾ നടപ്പാക്കരുത്. ആ ജനസംഖ്യാ രജിസ്റ്റർ പോലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഉന്നയിക്കരുത് എന്ന് സംസ്ഥാന ഗവൺമെന്റിൽ എല്ലാ ജീവനക്കാർക്കും നിർദ്ദേശം കൊടുത്ത സർക്കാരിന്റെ പേര് പിണറായി വിജയൻ ഗവൺമെന്റ് എന്താണ്? കേരളത്തിലെ ഒരു മനുഷ്യനും അനാഥരായി പോകരുത്. ഒരു മനുഷ്യനെ ഇവിടുന്ന് നാട് കടത്താൻ പാടില്ല. നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ മലയാളികളാണ് എന്ന് ഉത്തരം പറയാനുള്ള നാറ്റിവിറ്റി കാർഡ് സമ്പ്രദായം ഈ സംസ്ഥാനത്ത് നടപ്പാക്കിയത് പിണറായി വിജയൻ ഗവൺമെന്റാണ്. ഞാൻ ചോദിക്കട്ടെ, കർണാടകത്തിൽ അതേപോലെ തെലുങ്കാനയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത്, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത്, മറ്റു വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുന്ന സംസ്ഥാനത്ത് എവിടെയെങ്കിലും ഇത്തരത്തിലൊരു നാറ്റിവിറ്റി കാർഡ് സമ്പ്രദായം നടപ്പാക്കാൻ, ജനസംഖ്യാ സെൻസസുമായി ബന്ധപ്പെട്ട് ജനസംഖ്യാ രജിസ്റ്റർ, പൗരത്വ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കരുത് എന്ന് പറയാൻ ആർജവം കാണിച്ച ഒരു മുഖ്യമന്ത്രി ഏതെങ്കിലും സംസ്ഥാനത്തുണ്ടോ? ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലല്ലാതെ. ഇതാ നമ്മുടെ നാട്. ഇതിനെ വക്രീകരിക്കുകയാണ്. എന്താ അവർ പറഞ്ഞത്? PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടു. എന്താ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടു എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച മുസ്ലിം വിരുദ്ധ പാഠ്യഭാഗങ്ങൾ പഠിപ്പിക്കുന്നു സ്കൂളുകളിൽ. നിങ്ങൾ നോക്ക്, നമ്മുടെ നാട്ടിലെ മതന്യൂനപക്ഷ വിഭാഗങ്ങളിലെ പാവപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ പറഞ്ഞു പറ്റിക്കാൻ നിങ്ങൾക്ക് കഴിയും. 10 വർഷക്കാലം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റാണ്. ആ 10 വർഷക്കാലം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പാഠ്യപദ്ധതികൾ കേരളത്തിലെ സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, കലാലയങ്ങളിൽ പഠിപ്പിച്ചപ്പോ എവിടെയെങ്കിലും മുസ്ലിം വിരുദ്ധമായ ഒരു ഭാഗം, ഏതെങ്കിലും ഒരക്ഷരം മുസ്ലിം വിരുദ്ധമായ ഭാഗമുണ്ടായി എന്ന് നിങ്ങൾക്ക് തെളിയിക്കാനാവുമോ? 10 വോട്ട് കിട്ടാൻ പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്ത് രാഷ്ട്രീയ ചെറ്റത്തരവും കാണിക്കുന്ന ഒരു വിഭാഗമായി UDF നമ്മുടെ നാട്ടിൽ മാറിയില്ലേ? PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അതല്ലേ പ്രചരിപ്പിച്ചത്? ഭാര്യംകുന്നത്ത് കുഞ്ഞാമത് ഹാജിയുടെ കഥകൾ പഠിപ്പിക്കരുത്, മലബാർ കലാപത്തിന്റെ പാഠ്യഭാഗങ്ങൾ പഠിപ്പിക്കരുത് എന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞപ്പോ അത് കേരളത്തിന്റെ മക്കൾ പഠിപ്പിക്കുമെന്ന് പറഞ്ഞ മന്ത്രിയുടെ പേര് V ശിവൻകുട്ടി എന്നാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അതേപോലെ തന്നെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി നടന്നിട്ടുള്ള ഒട്ടേറെ ഭാഗങ്ങൾ, മുഗൾ ചക്രവർത്തിമാരുടെ ഭരണവുമായി ബന്ധപ്പെട്ടുള്ള പാഠഭാഗങ്ങൾ കേന്ദ്ര സർക്കാർ പാഠ്യപദ്ധതിയിൽ നീക്കം ചെയ്തപ്പോ അതിനൊരു പ്രത്യേക പാഠപുസ്തകം അടിച്ചിറക്കി അത് +1-നും +2-നും പഠിക്കാനുള്ള പാഠഭാഗമാക്കി മാറ്റിയ സർക്കാരിന്റെ പേര് പിണറായി വിജയൻ ഗവൺമെന്റ് എന്നാണ്. മഹാത്മാഗാന്ധിയുടെ കൊലപാതകം പഠിപ്പിക്കാൻ പാടില്ല. അത് പഠിപ്പിച്ചാൽ RSSന്റെയും BJPയുടെയും രാഷ്ട്രീയം നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കും, അതിന്റെ സാഹചര്യം വിശദീകരിക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോ അത് പഠിപ്പിക്കാൻ പാടില്ല എന്ന നില കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചപ്പോ അത് പഠിപ്പിക്കും എന്ന് പറഞ്ഞ സർക്കാരിന്റെ പേര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എന്നാണ്. എവിടെയാ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട്, എവിടെയാ പാഠ്യപദ്ധതി ഭാഗമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയത്? ഈ സംസ്ഥാന ഗവൺമെന്റ് 10 വർഷക്കാലം ഭരിച്ചപ്പോ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട, ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും പറഞ്ഞോ ഞങ്ങൾക്കെതിരായി വിദ്യാഭ്യാസ രംഗത്ത് പാഠ്യഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു? ഇതാ നമ്മുടെ നാട്. പിന്നെ പറഞ്ഞു വെള്ളാപ്പള്ളി നടേശനുമായി കാറിൽ സഞ്ചരിച്ചു. നിങ്ങൾ നോക്കൂ, ഒരു സാഹചര്യത്തെ അടർത്തിയെടുത്ത് ആ സാഹചര്യത്തെ വിശദീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ UDF-ഉം അതേപോലെ RSSന്റെ നേതാക്കന്മാരും ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള സംഘടനകളും ചെയ്തത്. എന്തായിരുന്നു ആ സാഹചര്യം? ലോക അയ്യപ്പ സംഗമം സംഘടിപ്പിക്കപ്പെട്ടു പമ്പയിൽ. ആ പമ്പയിൽ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുമ്പോ ഒരേ ഗസ്റ്റ് ഹൗസിലാണ് പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും. എത്ര വയസ്സായ ആളാണ് വെള്ളാപ്പള്ളി നടേശൻ? ഏതാണ്ട് 80 വയസ്സ് കഴിഞ്ഞ ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. നമുക്കറിയാം, വലിയ കുടവയറാണ്, നടക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. പിണറായി വിജയനും അതേ ഗസ്റ്റ് ഹൗസിലാണ്. അയ്യപ്പ സംഗമം നടക്കുന്നിടത്തേക്ക് ഒരു വാഹനം മാത്രമേ കടത്തിവിടുകയുള്ളൂ. അത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനം മാത്രമേ കടത്തിവിടുകയുള്ളൂ. ഗസ്റ്റ് ഹൗസിൽ നിന്ന് പിണറായി വിജയൻ പുറത്തേക്ക് ഇറങ്ങുമ്പോ വെള്ളാപ്പള്ളി നടേശൻ പുറത്ത് നിൽക്കുകയാണ്. നടക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷമുണ്ട്. പിണറായി വിജയൻ ചോദിച്ചു, പോരുന്നോ? പറയുന്നതിന് മുമ്പ് തന്നെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു, ഞാനും വരുന്നുണ്ട്. അതിൽ കയറിയിരുന്നു. 400 മീറ്റർ ദൂരം മാത്രം
ആ വന്ധ്യവയോധികനായ ഒരു മനുഷ്യനെ കയറ്റി കാറ് പമ്പ അയ്യപ്പ സംഗമം നടക്കുന്നിടത്ത് എത്തിച്ചപ്പോ എന്താ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കപ്പെട്ടത്? വെള്ളാപ്പള്ളി നടേശന്റെ വിഷലിപ്തമായ പ്രചരണങ്ങൾ ഇടതുപക്ഷം ഏറ്റെടുക്കുന്നു, ഇടതുപക്ഷം വർഗീയവാദികളുടെ കൂടെ കൂടുന്നു, മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾക്ക് കുടപിടിക്കുന്നു എന്ന പ്രചരണം വീടുകളിൽ കയറി നടത്തിയത് UDF-ഉം ജമാഅത്തെ ഇസ്ലാമിയും അല്ലേ നമ്മുടെ നാട്ടിൽ? ആ നുണപ്രചരണമല്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് വീടുകളിൽ കയറി നിങ്ങൾ പറഞ്ഞത്? ഇടതുപക്ഷത്തെ നിങ്ങൾക്ക് അങ്ങനെ വിലയിരുത്താമോ? RSS-ഉം BJP-യുമായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ, വൃന്ദാക്കാരാട്ട് സൂചിപ്പിച്ചതുപോലെ, ഞങ്ങളുടെ താഴെത്തട്ടിലുള്ള പാർട്ടി മെമ്പർമാർ മുതൽ CPIM-ന്റെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ സെക്രട്ടറി വരെ RSS-ന്റെ മർദ്ദനങ്ങളേറ്റവരാണ്. RSS-ഉമായി തീഷ്ണമായി ഏറ്റുമുട്ടിയവരാണ്. CPIM-ന് ഒരു സംസ്ഥാന സെക്രട്ടറി ഉണ്ടായിരുന്നു. ആ സംസ്ഥാന സെക്രട്ടറിയുടെ പേര് കോടിയേരി ബാലകൃഷ്ണൻ എന്നാണ്. ആ കോടിയേരി ബാലകൃഷ്ണൻ RSS-കാരുടെ കണ്ണിൽ നോക്കി പറഞ്ഞത്, പാടത്ത് പണിയെടുത്താൽ വരമ്പത്ത് കൂലി തരുമെന്ന് RSS-ന്റെ കണ്ണിൽ നോക്കി പറയാൻ ആർജവം കാണിച്ച ഒരു നേതാവേ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളൂ. ആ നേതാവിന്റെ പേര് കോടിയേരി ബാലകൃഷ്ണൻ എന്നാണ്. ആ കോടിയേരി ബാലകൃഷ്ണൻ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നാണ്. ഇതല്ലേ നമ്മുടെ നാടിന്റെ അനുഭവം? ഞങ്ങളുടെ താഴെത്തട്ടിലുള്ള നേതാക്കന്മാർ, പ്രവർത്തകർ തുടങ്ങി അഖിലേന്ത്യാ കമ്മിറ്റി വരെ ആരോടാ ഏറ്റുമുട്ടിയത്? RSS-നോടാണ്. 992 ഡിസംബർ 6-ന് ബാബരി മസ്ജിദിന്റെ മിനാരങ്ങൾ തകർത്തു. 992 ഡിസംബർ 6-ന് ബാബരി മസ്ജിദിന്റെ മിനാരങ്ങൾ തകർത്തപ്പോ ഇന്ത്യ ഭരിച്ചത് RSS ആയിരുന്നില്ല, ഇന്ത്യ ഭരിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ നരസിംഹറാവു ആണ്. ആ നരസിംഹറാവുവിനോട് ഇന്ത്യയിലെ 18 ദേശീയ പാർട്ടികൾ യോഗം ചേർന്ന്, ദേശീയ കൗൺസിൽ യോഗം ചേർന്ന് ഒരു പ്രമേയം അംഗീകരിച്ചു. ബാബരി മസ്ജിദ് സംരക്ഷിക്കപ്പെടണം, എന്ത് വില കൊടുത്തും സംരക്ഷിക്കപ്പെടണം. ലോകത്ത് സൈനിക ബലാബലത്തിൽ 5-ാം സ്ഥാനമുണ്ട് ഇന്ത്യ രാജ്യത്തിന്. ആ 5-ാം സ്ഥാനമുള്ള സൈനിക ബലാബലത്തിൽ 5-ാം സ്ഥാനമുള്ള ഇന്ത്യക്ക് സൈനിക ബലം പ്രയോഗിക്കാം. സൈന്യത്തെ ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഇന്ത്യ രാജ്യത്തുണ്ടായാൽ, ഗവൺമെന്റിനെ ജനം കുറ്റപ്പെടുത്തിയാൽ, നിങ്ങൾ മാത്രമല്ല ആ ഉത്തരവാദിത്വം ഇന്ത്യയിലെ 18 പ്രതിപക്ഷ പാർട്ടികളും ഏറ്റെടുക്കും. അതുകൊണ്ട് സംരക്ഷിക്കപ്പെടണം. എന്താ നരസിംഹറാവു പറഞ്ഞത്? ഞാൻ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മണികുലിക്ക് പൂജാമുറിയിലേക്ക് പോയി. മണികുലിക്ക് പുറത്തു വന്നപ്പോഴേക്കും ബാബരി മസ്ജിദ് എന്ന് പറയുന്ന 1527 സ്ഥാപിക്കപ്പെട്ട ഇന്ത്യയുടെ ചരിത്ര സ്മാരകം ഭസ്മമാക്കി കളഞ്ഞു BJP-യും RSS-ഉം. ആരാ സംരക്ഷിക്കേണ്ടിയിരുന്നത്? കോൺഗ്രസ് ആയിരുന്നില്ലേ? അന്ന് ആ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോ വിലപിച്ച ഒരു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാവുണ്ട്. ആ നേതാവിന്റെ പേര് ഇബ്രാഹിം സുലൈമാൻ സെറ്റു സാഹിബ് എന്നാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് MP ആയ ഇബ്രാഹിം സുലൈമാൻ സെറ്റു സാഹിബ്. ആ സെറ്റു സാഹിബ് വിലപിച്ചുകൊണ്ട് ഓടിക്കയറിയത് ഒരു കോൺഗ്രസ് ഓഫീസിലേക്കുമല്ല, CPIM-ന്റെ അഖിലേന്ത്യാ കമ്മിറ്റി ഓഫീസിലേക്കാണ്. അന്ന് CPIM-ന്റെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി വർക്കിഷൻ സിംഗ് സൂർജിത്താണ്. ആ സൂർജിത്തിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വിലപിച്ചുകൊണ്ട് സെറ്റു സാഹിബ് പറഞ്ഞു, എല്ലാം നഷ്ടപ്പെട്ടു പോയി. ചേർത്ത് പിടിച്ചുകൊണ്ട് സൂർജിത്ത് പറഞ്ഞത്, നഷ്ടപ്പെട്ടിട്ടില്ല, പോരാടാൻ ഞങ്ങളുണ്ട്. ഞങ്ങൾക്ക് ബലമുള്ളിടത്ത് നിങ്ങളുടെ കൂടെ അണിനിരന്നുകൊണ്ട് മതന്യൂനപക്ഷങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പോരാടും. ഇന്ത്യ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം വർഗീയ കലാപങ്ങൾ അരങ്ങേറിയപ്പോ ഭീവണ്ടിയിൽ, ഇന്ത്യ ഗേറ്റിൽ, മധ്യപ്രദേശിൽ, ഒറീസയിൽ, ആസാമിൽ എല്ലായിടത്തും വർഗീയ കലാപങ്ങൾ അരങ്ങേറിയപ്പോ അരുതെന്ന് പറയാൻ ചെങ്കൊടി പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ സഖാക്കൾ ഉണ്ടായിരുന്നു സംരക്ഷണത്തിന്റെ കവചമൊരുക്കാൻ. അതാണ് ഈ നാടിന്റെ പ്രത്യേകത. അതാ ഈ നാട്ടിൽ നടന്നത്. പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നു ഇല്ലേ നമ്മുടെ നാട്ടിൽ? ആ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നപ്പോ അതാർക്ക് മാത്രം ബാധകമാക്കി? മുസ്ലിങ്ങൾക്ക് മാത്രം ബാധകമാക്കി. BJP-യുടെയും RSS-ന്റെയും ഗവൺമെന്റ് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളെ പാർശ്വവൽക്കരിക്കാൻ, ഇന്ത്യയിലെ മുസ്ലിം ജനവിഭാഗത്തെ പാർശ്വവൽക്കരിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. നിങ്ങൾ നോക്കൂ, അതിനെതിരായി പോരാട്ടത്തിന്റെ മുൻപന്തിയിൽ ആരാ നിന്നത്? കോൺഗ്രസ് ആണോ? ഇടതുപക്ഷമാണ്. ഇടതുപക്ഷ മതനിരപേക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. ആ നിയമം കേരളത്തിൽ നടപ്പാക്കില്ല. പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ്. നിങ്ങൾ നോക്കി, 4-ാം വാർഡിൽ താനാളൂരിൽ, ആ 4-ാം വാർഡിൽ ഇതേപോലെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഞങ്ങളോട് പറഞ്ഞു, എല്ലാവരും യോഗം വിളിച്ചു ചേർക്കണം, മതന്യൂനപക്ഷ വിഭാഗങ്ങളുടെ യോഗം വിളിച്ചു ചേർക്കണം. വാട്സപ്പിലും ഫേസ്ബുക്കിലും വരുന്ന ഫേക്ക് വാർത്തകളുടെ പിന്നാലെ പോയി ഞങ്ങൾ ഈ രാജ്യം വിട്ടുപോകേണ്ടി വരും, ഞങ്ങൾ ഈ പ്രദേശം വിട്ടുപോകേണ്ടി വരും, ഞങ്ങൾ അന്യരാണ് എന്നൊരു ബോധത്തിലേക്ക് അവരെ കൊണ്ടുപോയിരുന്ന കാലയളവിൽ അന്ന് ഇടതുപക്ഷ CPIM-ന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പറഞ്ഞ ആളുകളെ ആശ്വസിപ്പിക്കണം. അങ്ങനെ ഞങ്ങൾ ആശ്വസിപ്പിക്കാൻ ചെന്നു. ഈ 4-ാം വാർഡിൽ ഞാനും രാജേഷും ഉൾപ്പെടെയുള്ള ആളുകൾ പോയപ്പോ 100 കണക്കിന് സ്ത്രീകളാണ് അവിടെ പങ്കെടുക്കുന്നത്. അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പലതും പറയുകയാണ് അവർ.
അവരോട് ഞങ്ങൾ പറഞ്ഞു, അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനും ഈ നാട് വിട്ടതിന് ശേഷം മാത്രമേ കേരളത്തിൽ നിന്ന് ഒരു മതന്യൂനപക്ഷത്തെ പുറത്താക്കാൻ ഇന്ത്യയിലെ ഗവൺമെന്റിനാവൂ എന്നാണ് ഞങ്ങളെ പാർട്ടി പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഭയക്കരുത്. അന്ന് അവിടുന്ന് ഒരു ഉമ്മ ഞങ്ങളോട് പറഞ്ഞതാണ്, ഞങ്ങൾക്ക് പിണറായി വിജയന്റെ ഒരു ഫോട്ടോ വേണം. ആ ഉമ്മയോട് ഞാൻ ചോദിച്ചു, എന്തിനാ നിങ്ങൾക്ക് പിണറായി വിജയന്റെ ഫോട്ടോ? ആ ഉമ്മ പറഞ്ഞത്, ഈ മഹാന്റെ വാക്കുകൾ കേട്ടാണ് ഞങ്ങൾ ഉണരുന്നത്, ഈ മഹാന്റെ വാക്കുകൾ കേട്ടാണ് ഞങ്ങൾ മനസ്സമാധാനത്തോടു കൂടി ഉറങ്ങുന്നത്. അതാണ് പിണറായി വിജയൻ ലീഗ്. 4 വോട്ടിനും സീറ്റിനും വേണ്ടി രാഷ്ട്രീയ അഭിപ്രായം മാറ്റി പറയില്ല. എന്താ വീടുകളിൽ കയറി ലീഗിന്റെ നേതാക്കന്മാർ ചോദിച്ചത്? എന്താ നിങ്ങൾ മറ്റേ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല എന്ന് പറഞ്ഞതുപോലെ SIR നടപ്പാക്കില്ല എന്ന് പറയാത്തത്? അങ്ങനെ പറയാനാവോ? SIR നടപ്പാക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മളിൽ മഹാഭൂരിപക്ഷം പേർക്കും വോട്ടവകാശം ഉണ്ടാവില്ല, വോട്ടുണ്ടാവില്ല. വോട്ടർ പട്ടികയിൽ പേര് വേണമെങ്കിൽ SIR നടപ്പാക്കണം. SIR-നെതിരായിട്ടുള്ള രാഷ്ട്രീയ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ SIR നടപ്പാക്കി നമ്മുടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും മഹാഭൂരിപക്ഷം പേർക്കും വോട്ടർ പട്ടികയിൽ അവരുടെ പേരുണ്ടാവും എന്ന് ഉറപ്പാക്കണം. അങ്ങനെയാണ് ഇവിടെ നാട്ടിൽ പ്രചരിപ്പിച്ചത്. അപ്പൊ പിണറായി വിജയൻ RSSുമായി അന്തർധാരയുണ്ട്. ഏത് RSSുമായി? മനുഷ്യനെ കൊല്ലുന്ന RSSുമായി ഇടതുപക്ഷത്തിന് എന്ത് അന്തർധാരയാ? അതിനോട് മുഖാമുഖം ഏറ്റുമുട്ടിയതിന്റെ ചരിത്രമല്ലേ ഇന്ത്യയിലും കേരളത്തിലും ഇടതുപക്ഷത്തിനുള്ളൂ. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോവല്ല. കഴിഞ്ഞ 10 വർഷക്കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണമുണ്ട്. നിങ്ങളൊരു നെഗറ്റീവ് പറ, ഒറ്റ നെഗറ്റീവ് പറ. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ കുറിച്ചുള്ള ഒരു നെഗറ്റീവ് നിങ്ങൾ പറ. ഏതെങ്കിലും ഒരു രംഗത്ത്, ഏത് മേഖലയിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഗവൺമെന്റാണ്. വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ആരോഗ്യ മേഖലയിലാണെങ്കിലും ഏത് മേഖലയിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ വീടുകളിൽ നിന്ന് കുട്ടികൾ സ്കൂളുകളിൽ പോകുന്നുണ്ട്. ആ കുട്ടികളോട് ചോദിക്കൂ, ആ കുട്ടികളുടെ കണ്ണിൽ കാണുന്ന തിളക്കം ഒന്ന് നോക്ക്. ആ തിളക്കമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നേട്ടം. 2000 രൂപ ഇപ്പൊ 31-ാം തീയതി 4000 രൂപ വെച്ച് നമ്മുടെ വീടുകളിലെ പാവപ്പെട്ട അമ്മമാർക്ക് ആ പെൻഷൻ പണം സ്വീകരിച്ചുകൊണ്ട് അവരുടെ കണ്ണുകളിൽ കാണുന്ന തിളക്കമാണ്, അവരുടെ ചുണ്ടികളിൽ വിരിയുന്ന പുഞ്ചിരിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ നേട്ടം. പിണറായി വിജയനോട് ചോദിച്ചില്ലേ, എന്താണ് നിങ്ങൾക്ക് ഏറ്റവും ആകർഷിക്കപ്പെട്ട സംഭവം? കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പിണറായി വിജയനോട് ചോദിച്ചപ്പോ പിണറായി വിജയൻ പറഞ്ഞത് എന്താ? 2016-ൽ 600 രൂപയുണ്ടായിരുന്ന പെൻഷൻ 600 രൂപയാ പെൻഷൻ. ആ പെൻഷൻ കിട്ടിയാലും ഇല്ലെങ്കിലും ഒന്നും വരാൻ പോണില്ല എന്നായിരുന്നു ജനങ്ങളുടെ ധാരണ. 600 രൂപയുള്ള പെൻഷൻ 1000 വർദ്ധിപ്പിച്ച് 1000-ന്റെ നോട്ടുണ്ടെന്ന്. ആ 1000-ന്റെ നോട്ട് 28,000, 30,000, 56,000 ഒക്കെയായി നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് കിട്ടി. ആ ജനങ്ങൾക്ക് കിട്ടിയപ്പോ ആ പണം കിട്ടി പാവപ്പെട്ടവർ മോണ കാട്ടി, പല്ലില്ലാത്ത മോണ കാട്ടി ചിരിച്ചതാണ് എനിക്ക് ഏറ്റവും ആവേശകരമായ അനുഭവം എന്ന് പറഞ്ഞു. ഇപ്രാവശ്യം പത്രലേഖകർ 20ഓളം വരുന്ന ലോകപ്രശസ്തരായ പത്രലേഖകർ പിണറായി വിജയൻ ഇന്റർവ്യൂ ചെയ്തു. ആ ഇന്റർവ്യൂ ചെയ്തപ്പോൾ പിണറായി വിജയനോട് ചോദിച്ചു, നിങ്ങളുടെ മനസ്സിൽ ആകർഷിക്കപ്പെട്ട വിഷയം ഏതാ? എന്താ പിണറായി വിജയൻ മറുപടി പറഞ്ഞത്? 5,32,000 പേർക്ക് വാസയോഗ്യമല്ലാത്ത വീടില്ലാത്ത ആളുകൾക്ക് ആ വീട് നൽകാൻ, ആ വീട് നൽകി അവരുടെ ആഹ്ലാദത്തിൽ പങ്കുചേരാൻ, അവർ പാല് കാച്ചാനിരുന്നപ്പോ അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതാണ് എനിക്ക് ഏറ്റവും അസുലഭമായ മുഹൂർത്തം എന്ന് പറഞ്ഞ നേതാവിന്റെ പേരാണ് പിണറായി വിജയൻ. എന്താ UDF-ന്റെ സ്ഥിതി? ഇവിടെ നമ്മുടെ വൃന്ദാക്കാരാട്ടും ഒക്കെ സൂചിപ്പിച്ചതാണ്. നുണ പറയുക, ആവർത്തിച്ചു നുണ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ VD സതീശനൊക്കെ നമ്മുടെ നാട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എല്ലാം നുണകളാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 10 വർഷക്കാലം ഈ നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷം വന്നത് നിങ്ങൾ നോക്ക്. താനൂരിന്റെ ചരിത്രത്തിൽ 60 വർഷക്കാലത്തിന് ശേഷം 10 വർഷക്കാലം ഇടതുപക്ഷം വന്നു. ലീഗേർക്ക് കണ്ടുകൊണ്ടൂടാ. എന്താ ലീഗേര് പറഞ്ഞത്? എവിടെ വികസന നേട്ടം? ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുണ്ട്. ആ മഹാൻ ചോദിച്ചത് 5 വികസന നേട്ടങ്ങൾ കാണിച്ചു തരും. ഞാൻ പറഞ്ഞു 50 എണ്ണം കാണിച്ചു വരാം. വെല്ലുവിളി ഇതുവരെ സ്വീകരിക്കപ്പെട്ടിട്ടില്ല. നിങ്ങൾ 5 ചോദിച്ചോളൂ. ഞങ്ങൾ പറയുന്ന 50 വികസന പ്രവർത്തനങ്ങൾ ഈ നിയോജക മണ്ഡലത്തിൽ കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് കാണിച്ചു തരാൻ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതിന് തയ്യാറായില്ല ലീഗ്. ഇതുവരെ വന്നിട്ടില്ല സംവാദത്തിന്. ഒരു സംവാദം താനൂരിൽ നടന്നു. പൂക്കിടാൻ വേണ്ടി കുറെ ആൾക്കാർ വന്നു. പൂക്കിടന്നെ എന്തെങ്കിലും പറയാൻ സമ്മതിക്കണ്ടേ? അവർ പറഞ്ഞു നടക്കുന്ന അതല്ലേ. കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള നുണകൾ പ്രചരിപ്പിക്കപ്പെടുന്നു. കുടിവെള്ള പദ്ധതിക്ക് ആരാ കല്ലിട്ടത്? ഇവരാ മുസ്ലിം ലീഗാണോ? 2016 ഇതിന് കല്ലിട്ടത്. ഏതാ ഫണ്ട്? കിഫ്ബിയുടെ ഫണ്ടാണ്. UDF ഭരിക്കുമ്പോ കിഫ്ബി ഉണ്ടോ? LDF ഭരിക്കുമ്പോഴാ കിഫ്ബി. ആ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് കുടിവെള്ള പദ്ധതി നടപ്പാക്കിയത്. ആ കുടിവെള്ള പദ്ധതി 450 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതിയാണ്. ഇതിന്റെ കിണറ് കിടക്കണ എവിടെയാ? തുപ്രംകോട് പഞ്ചായത്തിലാണ്.
ആ തുപ്രംകോട് പഞ്ചായത്തിൽ ഒരു സബ്സ്റ്റേഷൻ നിർമ്മിച്ച് വലിയ മോട്ടർ ഉണ്ടാക്കി, വലിയ കിണറുണ്ടാക്കി, അതിൽ പൈപ്പിട്ട് ആ പൈപ്പ് കൊണ്ടുവന്ന് ചെറിയ മുണ്ടത്ത് അതിവിശാലമായ ഒരു ടാങ്ക് ഉണ്ടാക്കി. ആ ടാങ്കിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് കയറ്റി അവിടെ നിൽക്കുകയാണ്. ഇനി അവിടുന്ന് ചെറിയ മുണ്ടം പഞ്ചായത്തിലേക്കും പൊന്മുണ്ടം പഞ്ചായത്തിലേക്കും താനാളൂർ ഗ്രാമപഞ്ചായത്തിലേക്കും വെള്ളം എത്തിക്കാനുള്ള പൈപ്പിടൽ ഉദ്ഘാടനം ചെയ്താണ് വി അബ്ദുറഹ്മാൻ എന്ന മന്ത്രി തിരൂരിലേക്ക് പോയത്. ഏപ്രിൽ മെയ് മാസത്തോടു കൂടി നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ശുദ്ധജലം ലഭിക്കാവുന്ന രീതിയിൽ ആ കുടിവെള്ള പദ്ധതി മാറുകയാണ്. അതിന് കള്ളപ്രചരണമാണ്. നിങ്ങൾ ചെറിയ മുണ്ടം പഞ്ചായത്തിലെ ഭരണസമിതി തടുത്തില്ലേ? റോഡ് കീറാൻ പറ്റില്ല, റോഡ് കീറി പൈപ്പിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. പൈപ്പിടാതെ വെള്ളം വരുമോ? ഒരു വർഷക്കാലം നിങ്ങൾ സമരം ചെയ്തു. ആ സമരം ചെയ്ത പോസ്റ്റ് ഇവിടെ ഇല്ലേ? താനാളൂർ ഗ്രാമപഞ്ചായത്ത് എന്ന LDF എല്ലാ റോഡും കയറി പൈപ്പിട്ടു എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കാൻ. താൻ ഒരു മുനിസിപ്പാലിറ്റി ഭരിക്കുന്നതാരാ? നിങ്ങൾക്കല്ലേ ഏറ്റവും കൂടുതൽ വോട്ട് ആ തീരപ്രദേശത്ത് നിന്ന് ലഭിക്കുന്നത്? ഏറ്റവും കൂടുതൽ കുടിവെള്ളത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നത് ആരാ? ആ തീരപ്രദേശത്തെ പാവപ്പെട്ട മുസ്ലിം ജനവിഭാഗല്ലേ? എല്ലാ തിരഞ്ഞെടുപ്പിലും 2016 2021 എല്ലാ തെരഞ്ഞെടുപ്പിലും അവർക്ക് കുടിവെള്ളം, എല്ലാ തെരഞ്ഞെടുപ്പിലും അവർക്ക് ഭൂരിപക്ഷം കിട്ടിയത് LDF ലീഗിന്റെ ഭാഗമായി നിന്നല്ലേ ഭൂരിപക്ഷം കൊടുത്തത്? നിങ്ങൾ നോക്കുക, മുനിസിപ്പാലിറ്റിയിൽ ഒരു ടാങ്ക് ഉണ്ടാക്കാൻ ലീഗിന് കഴിഞ്ഞു. ആ മുനിസിപ്പാലിറ്റിയിൽ ടാങ്ക് ഉണ്ടാക്കാൻ കഴിയാതെ പോയത് കൊണ്ട് അവിടെ ഒരു വർഷക്കാലം വീണ്ടും പ്രവർത്തനം നീണ്ടു. അവസാനം എന്താ ചെയ്തത്? വി അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന മന്ത്രി സ്വന്തം കീശയിൽ നിന്ന് 19 ലക്ഷം രൂപ ചെലവാക്കി ഒരു സ്ഥലം വാങ്ങി. ആ സ്ഥലത്താണ് കിണറുണ്ടാക്കിയത്. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോവല്ല. അങ്ങനെയല്ലേ ശുദ്ധജലം കൊണ്ടുവരാനുള്ള പദ്ധതി നടപ്പാക്കിയത്? ഇതാ നമ്മുടെ നാട്. ഇതൊക്കെ വക്രീകരിച്ചുകൊണ്ട് നുണപ്രചരണമാണ് നമ്മുടെ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നുണപ്രചരണത്തിനെതിരെ കൃത്യമായ മറുപടി നൽകാൻ എല്ലാ വീടുകളും കയറിയിറങ്ങി ഈ നുണപ്രചാരകരെ നാട് തിരിച്ചറിയണം. നാട് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കണം. ഈ വികസന നേട്ടങ്ങൾ തുടരണം. ഈ വികസന നേട്ടങ്ങൾ തുടരണം. 2 സ്ഥാനാർത്ഥികളെയും കുറിച്ച് ഞാൻ സാമ്യപ്പെടുത്തുന്നില്ല. അതിന്റെ വസ്തുതകളൊക്കെ നിങ്ങളുടെ മുമ്പിലുണ്ട്. എല്ലാ വസ്തുതകളും ഉണ്ട്. എത്ര ക്രിമിനൽ കേസിലാ പ്രതി? ആ ക്രിമിനൽ കേസിന്റെ മുഴുവൻ ബയോഡാറ്റയും ചന്ദ്രികാ പത്രത്തിലും ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിലും വന്നിട്ടുണ്ട്. നിങ്ങൾ അതൊന്നും എടുത്ത് പരിശോധിക്കുക. നല്ല മോമീനായ മനുഷ്യന്മാരില്ലേ താനാളൂരിൽ? മുത്തുക്കോയ തങ്ങൾ ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരില്ലേ? താനാളൂരിക്കാരെ പറഞ്ഞു പറ്റിച്ചവരാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വം. നിങ്ങൾ മനസ്സിലാക്കണ്ടല്ലേ? 2 പ്രാവശ്യം, 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യം. ആ 2 പ്രാവശ്യം സ്ഥാനാർത്ഥിയാക്കാം എന്ന് പറഞ്ഞ് അവസാനം വരെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് പ്രതീക്ഷയിലിരുന്നതാ. ആരെയാ നിങ്ങൾ എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? മുത്തുക്കോയ തങ്ങളെയും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെയും മാറ്റി നിർത്തി ആരെയാ നിങ്ങൾ ഇവിടെ മത്സരിപ്പിക്കുന്നത്? മുസ്ലിം ലീഗിന്റെ ആളുകൾ ചിന്തിക്കണം. എന്തിനു വേണ്ടിയാ ഇതൊക്കെ ചെയ്യുന്നത്? മുത്തുക്കോയ തങ്ങളുടെ പേരിൽ കേസുണ്ടോ? ഈ PK എതിർ സ്ഥാനാർത്ഥിയുടെ പേരിലുള്ളതുപോലെ ഏതെങ്കിലും ഒരു കേസ് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയൂ? അവരെ മാറ്റി നിർത്തുകയാണ്. അവരെയൊക്കെ മാറ്റിയിട്ട് ലീഗ് എന്ന് പറഞ്ഞാൽ ഇവരുടേതാണ്, ലീഗ് എന്ന് പറഞ്ഞാൽ ഈ വിഭാഗക്കാരുടേതാണെന്ന് വരുത്തി തീർക്കുകയാണ്. അങ്ങനെ വരുത്തി തീർക്കുന്ന കേസാ. ഇവിടെ പേരാമ്പ്രയിൽ മത്സരിക്കുന്ന ആളും ഈ താനൂരിൽ മത്സരിക്കുന്ന ആളും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷന്റെ പത്രസമ്മേളനം നമ്മൾ കണ്ടതാണ്. ഇതാ നാടിന്റെ അനുഭവം. ഇതിന് പ്രതികരിക്കണ്ടേ? താനാളൂരുകാർ പ്രതികരിക്കണ്ടേ? ഈ നാട് പ്രതികരിക്കണ്ടേ? ഇങ്ങനെ വിശ്വാസവഞ്ചന നടത്തി മനുഷ്യന്മാരെ പറ്റിക്കുന്നതാണ് A to Z വരെ ഈ നാട്ടിലെ മുസ്ലിം ലീഗ് പ്രസ്ഥാനം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം തെരഞ്ഞെടുപ്പിന് നിങ്ങൾ പ്രതികരിക്കാൻ. അതിനുവേണ്ടി ഏപ്രിൽ മാസം 9-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നല്ല പ്രയാസമുണ്ട്. 6 സ്ഥാനാർത്ഥികളുണ്ട്. 6ാമത്തേതിൽ 5ാമത്തേതാണ് നമ്മുടെ ചിഹ്നം. അതിന്റെ അടിയിലും മേലെയും മുഹമ്മദ് സമീറിനെ കൊടുത്തിട്ടുണ്ട്. കാരണം നല്ല ആത്മവിശ്വാസം ലീഗിനുള്ളതുകൊണ്ട്. മുഹമ്മദ് സമീർ T എന്നുള്ളത് തൊട്ടുമുകളിലുണ്ട്, അടിയിലും സമീർ T എന്നുള്ളതുണ്ട്. അതിന്റെ നടുവിലാണ് മുഹമ്മദ് സമീർ T തിരുത്തിയിൽ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാനാർത്ഥിയുടെ ചിഹ്നം ലോറിയാണ്. അത് കൃത്യമായി നോക്കി വോട്ട് രേഖപ്പെടുത്തി മുഹമ്മദ് സമീർ Tയെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ലോറി അടയാളത്തിൽ നിങ്ങൾ വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ.